ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതീവ രുചിയിൽ ചെയ്തെടുക്കുന്ന ഒരു വെള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇഡലിക്കും ദോശയ്ക്കും മസാല ദോശയ്ക്കും ഇതുപോലത്തെ ഒരു കറി ഉണ്ടെങ്കിൽ അസാധ്യ രുചി തന്നെയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 7-8 കുഞ്ഞുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി അല്ലി, 2 തണ്ട് മല്ലിയില കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പച്ചയ്ക്കാണല്ലോ ഉള്ളിയായാലും പച്ചമുളകായാലും ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രുചി ഇരട്ടിയാകും. ഉള്ളിയുടെ കളറൊക്കെ കുറച്ചൊന്ന് മാറി വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. തീ ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൽ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാം കൂടെ ചൂടാക്കി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടുതലായി ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും കട്ടിക്ക് വേണമെങ്കിലും കടുക് താളിച്ച് എടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് നീട്ടിയെടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ പൊട്ടുകടലയുടെയോ മല്ലിയിലെയോ ടേസ്റ്റ് ഒന്നും എടുത്തറിയുന്നില്ല. മൊത്തത്തിൽ തേങ്ങ അരച്ചതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. നമുക്കിനി കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് പൊട്ടി വന്ന ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. കൂടുതൽ ആളുകളുള്ള വീട്ടിലാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കി കറി എടുക്കാവുന്നതാണ്. ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെള്ള ചട്നിയുടെ റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഞാനിവിടെ ഇഡ്ഡലിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.